കർഷകർക്ക് തിരിച്ചടിയായി ഏലം ഉൽപ്പാദനം. കഴിഞ്ഞ വേനൽവറുതിയിൽ ഏലച്ചെടികൾ നശിച്ചതുമൂലം ഉൽപ്പാദനത്തിൽ ഇടിവ് വന്നിരുന്നു. ഏലക്കായുടെ വില 2000-ന് മുകളിലെത്തിയെങ്കിലും പല കർഷകർക്കും കാര്യമായി ഏലക്ക വിപണിയിലെത്തിക്കുവാൻ കഴിഞ്ഞില്ല. ഇക്കഴിഞ്ഞ വേനൽക്കാലം വലിയ വറുതിയാണ് ഹൈറേഞ്ചിലെ ഏലം കർഷകർക്ക് സമ്മാനിച്ചത്. ഏലച്ചെടികൾ വലിയ തോതിൽ നശിച്ചു. മെയ് മാസത്തിൽ വേനൽ മഴയെത്തിയത് കർഷകർക്ക് ആശ്വാസമായി. ഇതോടെ കർഷകർ ഏലത്തിന്റെ പരിപാലനം ഊർജിതമാക്കുകയും ചെയ്തു. എന്നാൽ വേണ്ട രീതിയിൽ ചെടികളിൽ കായില്ലാത്തത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. കായുണങ്ങാൻ സ്റ്റോറുകളിലേക്ക് എത്തുന്ന അളവിലും വലിയ കുറവുണ്ടെന്ന് സ്റ്റോർ ഉടമകൾ പറയുന്നു. ഹൈറേഞ്ച് മേഖലയുടെ ഏറ്റവും മുഖ്യ കാർഷിക ആദായമായ ഏലക്ക കഴിഞ്ഞ പ്രാവശ്യത്തെ വേനലിൽ ഉണക്ക് ശരിക്കും സാരമായി ബാധിച്ചതിനെ തുടർന്ന് മിക്ക സ്ഥലങ്ങളിലും തന്നെ ചെടികൾ നശിച്ചു പോവുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഏലക്ക വരേണ്ട സമയമായ ഈ ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ ആയെങ്കിലും നമുക്ക് ഏലക്കയുടെ വരവ് ഏലക്ക എടുക്കുന്നതിന് ശരത്തിൽ കാ പിടിക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞത് കായ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പൊഴിഞ്ഞു പോകുന്ന സാഹചര്യം കൂടുതലുണ്ടാകുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ ഏലകൃഷി പാടെ നശിച്ച ഹൈറേഞ്ചിൽ ഈ പ്രാവശ്യം ഉൽപ്പാദനം വളരെ തീർത്തും ഗണ്യമായ രീതിയിൽ കുറയുവാൻ സാധ്യത കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഏലത്തിൻ്റെ ശരത്തിൽ നിന്നും പഴയ സാധാരണ രീതിയിൽ കാണുന്ന രീതിയിൽ കാപിടുത്തം കാണുന്നില്ല. ഏലക്കായുടെ വില 2000-ന് മുകളിലെങ്കിലും പല കർഷകർക്കും കാര്യമായി വിപണിയിലെത്തിക്കാൻ ഏലക്ക ഇല്ലാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഏലക്കായുടെ വില 2000-ന് മുകളിൽ തുടരുന്നുണ്ട്. ഉൽപാദനത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുള്ള സ്ഥിതിക്ക് കായുടെ വിലയിൽ വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷ കർഷകർ വെച്ചു പുലർത്തുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ഉണങ്ങിയെടുക്കുന്ന കായ കർഷകർ പലരും വിറ്റൊഴിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണ്ണമയി ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world.